ഫയർബോൾട്ടിന്റെ കോബ്ര വന്നതിന് ശേഷം ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലുള്ള സ്മാർട്ട് വാച്ചുകൾ പല ബ്രാൻഡുകളും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ബോട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിന് എത്തിക്കുന്ന പുതിയൊരു സ്മാർട്ട് വാച്ചാണ് അവരുടെ വേവ് ഫോഴ്സ്. 1899 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് നമുക്കത് കിട്ടുക. അപ്പോൾ ഇത് ആര് വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബോട്ടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച്, 2000 രൂപയ്ക്കുള്ളൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള സ്മാർട്ട് വാച്ച്, കൂടാതെ മിലിറ്ററി ഗ്രേഡ്, അതായത് നമ്മൾ റഫ് യൂസ് ചെയ്താൽ അങ്ങോട്ട് പെട്ടെന്ന് ചീത്തായി പോകാൻ ചാൻസ് വളരെ കുറവായിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച്, കൂടാതെ എന്താ പറയുക ആ ഒരു ഡിസൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു വേവ് ഫോഴ്സിലേക്ക് പോകുന്നതിൽ വലിയ തെറ്റില്ല എന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ 1.83 ഇഞ്ചിന്റെ HD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. 1899 ഉറപ്പായിട്ടും HD കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അമോലഡൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും 2499 അല്ലെങ്കിൽ 2999 വരുന്നത്. ഞാൻ ആക്ച്വലി ഒരു വേവ് ഫോഴ്സ് വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ഞാൻ വിചാരിച്ചത് ഇത് ചിലപ്പോൾ അമോലഡ് ആയിരിക്കാം എന്നുള്ളതാണ്. പിന്നെ റേറ്റ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഉറപ്പായിട്ടും അമോലഡ് അല്ല എന്നുള്ളത്. കൂടാതെ 240x284 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ വന്നത്. 550 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു സംഭവം വെച്ചാൽ, നമുക്ക് ബോട്ടിന്റെ ഇപ്പോൾ ഇറങ്ങുന്ന ഏതൊരു വാച്ച് ആയാൽ പോലും അത്യാവശ്യം നല്ല സാച്ചുറേറ്റഡ് ആണ്, അതുപോലെ തന്നെ വൈബ്രന്റും ആണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എന്താ പറയുക, HD ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ഡിസപ്പോയിന്റ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഒരു ബോഡിയിലേക്ക് വരുവാണെങ്കിലും സ്റ്റേഡി സിങ്ക് അലോയ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഡ്യൂറബിൾ സിലിക്കൺ സ്ട്രാപ്പ് ഒക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 22mm ആയിരിക്കാം സിലിക്കൺ സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇപ്പോൾ എന്താ പറയുക ഡ്യൂറബിൾ സിലിക്കൺ സ്ട്രാപ്പ് അല്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള സ്ട്രാപ്പ് മറ്റുള്ള എന്താ പറയുക ഡിസൈനുള്ളത് വേണമെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരാം. പിന്നെ ആ ഒരു മിലിറ്ററി ഗ്രേഡ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സ്ട്രാപ്പുകൾ വാങ്ങിച്ച് ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് മാച്ച് ആവത്തില്ല. പക്ഷേ ചിലത് ഇടുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഓഷൻ സ്ട്രാപ്പൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല രസമാണ്. എന്തായാലും 22mm ആയാലും ഏതൊരു സൈസ് ആയാൽ പോലും നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാച്ചിൻ്റെ സ്ട്രാപ്പുകൾ വാങ്ങിക്കാം. അതൊരു വേവ് ഫോഴ്സിന് വേണ്ടി മാത്രമല്ല, ഏതൊരു വാച്ച് നിങ്ങളുണ്ടെങ്കിലും ഉറപ്പായിട്ടും പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ, ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉണ്ട്. ഡ്യുവൽ ചിപ്പ് അഡ്വാൻസ്ഡ് ബ്ലൂടൂത്ത് കോളിംഗ് ആണ് ഇതിനകത്ത് ലഭ്യമാകുക. കൂടാതെ 100+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഈ ഒരു 100+ ആണെങ്കിൽ പോലും ഇനി 1000+ ആണെങ്കിൽ പോലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ നമ്മൾ ഇടുന്നെങ്കിൽ പിന്നെ ഇതൊന്നും നോക്കാനേ പോകുന്നില്ല. കൂടാതെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന നോർമൽ യൂസേജിൽ. എന്നാൽ നമ്മൾ ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ 2 ദിവസത്തേക്കും അതങ്ങോട്ട് മാറുന്നതാണ്. കൂടാതെ മൾട്ടിപ്പിൾ സ്പോർട്സ് ഉണ്ട്. മൾട്ടിപ്പിൾ സ്പോർട്സ് മോഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 13 16 ഇതിൽ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും അതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്. കൂടാതെ സ്ലീപ്പ് മോണിറ്ററിംഗ്, HR മോണിറ്ററിംഗ്, SpO2 അങ്ങനെയുള്ള എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് മറ്റുള്ള എല്ലാ വാച്ചുകളെ പോലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു വേവ് ഫോഴ്സിനെ കുറിച്ചിട്ട് സ്പെക് വൈസ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും 1899 സ്പെക് വൈസ് അല്ലെങ്കിൽ ആ ഒരു ബിൽഡ് ക്വാളിറ്റി മിലിറ്ററി ഗ്രേഡ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ 1899 വർത്ത് ബൈങ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ വേവ് ഫോഴ്സിനെ കുറിച്ചിട്ട് ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനിത് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യണോ വേണ്ടോ നിങ്ങളുടെ ചോദിക്കാമെന്ന് വെച്ചാൽ കുറേ എണ്ണം അൺബോക്സ് ചെയ്യാൻ കിടപ്പുണ്ട്, അത് പെൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കണോ വേണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് തീരുമാനിക്കട്ടെ. എന്തായാലും മറ്റുള്ളതൊക്കെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് തീരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും. ബൈ.